ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കൂർക്ക എങ്ങനെ വളരെ എളുപ്പത്തിൽ തൊലി കളയാം എന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കൂർക്ക. പക്ഷെ ഇത് തൊലി കളഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എല്ലാവരും ഇതിൽ നിന്ന് മടിച്ചു നിൽക്കുന്നത്. എന്നാൽ ഇനി നമുക്ക് കൂർക്കയുടെ അളവ് എത്ര തന്നെ ആയിക്കോട്ടെ, നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ വെറും 5 മിനിറ്റ് കൊണ്ട് തൊലി കളഞ്ഞെടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇത് തൊലി കളയാനായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു തുണിയുടെ കവറാണ്. പ്ലാസ്റ്റിക് നിരോധിച്ച കാരണം ഇപ്പൊ ഇങ്ങനെയുള്ള കവർ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നമുക്ക് കിട്ടും. ഇതുപോലെ തുണി പോലുള്ള കവർ. ഇതല്ലെങ്കിൽ തുണിയുടെ സെഞ്ചിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ കൂർക്കയെ കവറിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂർക്കയെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഒന്ന് കുതിർത്തി എടുത്തതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ കവറിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ അറ്റം ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ റഫ് ആയിട്ടുള്ള ഒരു തറയിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരസിയെടുക്കുക. സിമെന്റും തറയൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. മിനുസമുള്ള ടൈൽസിലൊന്നും വെച്ച് ചെയ്താല് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ നമുക്ക് പറ്റൂല. ഇതുപോലെ സിമെന്റും തറയോ അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള അലക്ക് കല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുമേലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരസി കൊടുക്കുക. ഇത് തുണിയുടെ കവർ ആയതുകൊണ്ട് തന്നെ ചിലപ്പം കീറി പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എക്സ്ട്രാ ഒരു കവറും കൂടെ കരുതുക. കീറി പോവുകയാണെങ്കിൽ അതിന്റെ അകത്തേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി. ഇനി തുണിയുടെ സെഞ്ചി ആണെങ്കിൽ അത് കീറി പോവൂല. ഇതിപ്പോ ഞാന് 5 മിനിറ്റ് നന്നായിട്ട് ഉരസിയെടുത്തതാണ്. ഇനി കവറിന്റെ അകത്തുനിന്ന് മാറ്റാണ്. ഇതിന്റെ മുകളിലൊക്കെ നന്നായിട്ട് മണ്ണുണ്ട് കേട്ടോ, അതാണ് ഈ കളറിൽ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് കഴുകിയെടുക്കണം. ഇപ്പൊ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചതാണ്. കണ്ടോ, തൊലി ഏകദേശം എല്ലാം പോയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ആരുകളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഇപ്പൊ കൂർക്ക മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കൈമേലൊന്നും കറയൊന്നും ആയിട്ടില്ല. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തത്. അപ്പൊ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. വളരെ എളുപ്പമാണ്. വെറും 5 മിനിറ്റിനുള്ളിൽ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ ഇനി ആരും കൂർക്ക തൊലി കളയാനുള്ള ബുദ്ധിമുട്ട് കാരണം കൂർക്ക വാങ്ങാതിരിക്കണ്ട. അപ്പൊ ഞാനിത് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ റെസിപ്പി കൂടെ കാണിക്കുകയാണ്. നമ്മൾ ഈ നന്നാക്കി വെച്ച വലിയ കൂർക്കയെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറുതാണെങ്കിൽ കട്ട് ചെയ്യണ്ട. വലിയ കൂർക്കയെ 2 or 3 കഷ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്കയെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കൂർക്ക വേവാനും വേണ്ടി മാത്രം 1 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരല്പം ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു 4 or 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിപ്പോ ഒരു 4 വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് ആവിയൊക്കെ നന്നായിട്ട് പോയതിനു ശേഷമാണ് കുക്കർ തുറന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് വറവിട്ടെടുക്കാം. ഇതിനായിട്ട് ഞാനിപ്പോ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കൂർക്ക ഉണ്ടല്ലോ, അത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ്. ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. ഈ റെസിപ്പി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കൂർക്ക തൊലി കളയുന്നതാണ്. അപ്പോ ഈ റെസിപ്പി കൂടെ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള പോലത്തെ തുണിയുടെ കവറൊക്കെ കിട്ടുകയാണെങ്കിൽ ഇനി കളയാതെ സൂക്ഷിച്ചു വെച്ചോളുക. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.